ഇതൊരു കുട്ടി കേരള. മലയാളത്താമ്പറ്റയിലെ ഒരു കുട്ടി കേരള. ഞങ്ങളിവിടെ വന്നിട്ട് 150 കൊല്ലമായി. ஓணம் விஷயம்லாம் நாங்கள் அந்தந்த வருஷம் நடத்துவோம். எல்லோரும் ஒன்று சேர்ந்து இங்கே இருக்கிறவங்களே பிள்ளைகளை வர சொல்லி அவங்க குடும்பத்தில் விட்டு இது பண்ணிக்கிடுவாங்க. സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് ഗവൺമെൻറ് മാറ്റാൻ വേണ്ടിയിട്ട് എത്രയോ കാലം ഇതാക്കി. പിന്നെ അത് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഈ സ്ഥലം മലയാളത്താമ്പറ്റീന് ഇതാക്കി. மலையாளம் தெரியும், பேச தெரியாது. நீங்கள் எல்லாம் பேசுறதெல்லாம் புரியும். அது அப்படி பழகிடுச்சு. இப்போ வந்துட்டு ஒரு 10-20 കുടുംബം ഇവിടെ ഉള്ളൂ. ബാക്കിയെല്ലാം കോയമ്പത്തൂർ, ബാംഗ്ലൂർ, മെഡ്രാസ് അവിടെ ഇവിടെയൊക്കെ എല്ലാം പോയി കഴിഞ്ഞു. എല്ലാവരും സന്തോഷമായിട്ട് ഒട്ടുമായിട്ട് ഇരിക്കും. ഇതാണ് മലയാളത്താൻപട്ടി, തമിഴ്നാട്ടിലെ മധുരയിലെ ഒരു ഗ്രാമം. പക്ഷേ ഈ ഗ്രാമത്തിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. കുറച്ച് മലയാളികൾ നെഞ്ചോട് ചേർത്ത ഇടമാണിത്, അവരുടെ സ്വന്തം ഗ്രാമം. എനിക്ക് വയസ്സ് 90 ആവാൻ പോണു. 21. ഞാൻ ഇവിടെ വരുമ്പോ 21. അപ്പൊ ഇതുമാതിരി അല്ല, കുറച്ച് ഇത്ര ഒരു ഇതൊന്നുമില്ല. ഒരു പട്ടിക്കാട് മാതിരി ഗ്രാമമാ നന്നായി നിന്നുണ്ടായിരുന്നില്ല. ചെറിയ കുട്ടികളൊക്കെ അവരൊക്കെ മലയാളം നമ്മൾ പറഞ്ഞാൽ അറിയും, തിരിച്ചവർ പറയില്ല. $150 വർഷങ്ങൾക്ക് മുൻപ് മലബാറിൽ നിന്ന് കുടിയേറിയ മലയാളികളുടെ പിൻതലമുറക്കാരാണ് ഇന്നിവിടെ ഉള്ളത്. കാലം മാറി, മലയാളം സംസാരിക്കുന്നവരുടെ എണ്ണം നന്നേ കുറഞ്ഞു. കുറേയധികം പേർ ജോലിക്കായി മറ്റിടങ്ങളിലേക്ക് ചേക്കേറി. പക്ഷേ ഇന്നും മലയാള തനിമ കാത്തുസൂക്ഷിക്കാൻ ഇവിടെയുള്ളവർ ശ്രമിക്കുന്നു. ഞങ്ങളിവിടെ വന്നിട്ട് 150 കൊല്ലമായി. ഈ എസ്റ്റേറ്റിൻ്റെ ഓണർ അവർ വേറെ, അവർ വന്ന് ചുറ്റാൻ വേണ്ടി വന്നതാ. ഈ കാശി രാമേശ്വരമൊക്കെ വന്നപ്പോൾ ലേല വിളിക്കുന്ന പറഞ്ഞിട്ട് പിന്നെ അതിന് പോയി നോക്കിയിട്ട് അവിടുന്ന് വേല വിളിച്ചപ്പോൾ ഈ കുടക്കമ്പിൾ വെച്ചിട്ട് സ്വർണ്ണമൊക്കെ കൊടുത്തത് അവർ വേറെ. അവർ ഈ സ്ഥലമൊക്കെ മേടിച്ചിട്ട് അത് നോക്കാൻ വേണ്ടി ആൾ വേണ്ടേ, അതിനു വേണ്ടി കൊണ്ടുകൊടുക്കുന്നത് ശങ്കരൻ നായർ. പിന്നെ അവർ മാത്രം വന്നാൽ പോരാന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ അളിയൻ അവരെയും കൊണ്ടുവന്നു. ശങ്കരൻ നായരാണ് അപ്പോൾ ഇവിടെ ശങ്കരൻ നായർ ഇവിടെ ആദ്യമായിട്ട് വന്നത്. പിന്നെ അവരുടെ അളിയനും ഒരാൾ മാത്രം ഉണ്ടാകാറല്ല, അവരുടെ അളിയനും ഒരു ഹെൽപ്പിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതാണ് ശങ്കരൻ നായർ. ഇവർ മലയാളത്തമ്പട്ടിയിൽ വന്ന് സ്ഥാപിച്ചത്, എല്ലാവരും കൊണ്ടുവന്നത് ഇവർ തന്നെ. ഇവരുടെ കുട്ടികൾ ഇവർ ഇതൊക്കെ മർമക്കന്മാർ. ഇത് പഴയ വീടാണ്. ഇത് കെട്ടിയിട്ട് 150 കൊല്ലം ഉണ്ടാവും. ഇപ്പം ഈ വീടൊക്കെ ഇല്ല. അപ്പം ഇത് മുനിയാണ്ടിയിൽ എടുത്ത് സ്ഥാപിച്ച ഇടം. ഇത് അപ്പോൾ പഴയ ഇടമാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വരുമ്പോൾ ഇത് എടുത്തു കൊണ്ടുവന്ന് ഇങ്ങോട്ട് വെച്ച്, ഇത് കേരളത്തിൽ നിന്ന് നമ്പരിയെ കൊണ്ടുവന്ന് ഇത് രജിസ്റ്റർ ചെയ്തതാണ്. ரெண்டு குடும்பம் தான் இங்கே இருந்திருக்கு. காலப்போக்கில் பிள்ளைய வளருது, விவசாயத்தை இந்த கத்தாழை காடுகள்லாம் செதுக்கி இது பண்ணி சுத்தம் பண்ணி விவசாயமாக நிலமாக ஆக்குறாங்க. அப்படி ஆக்கும்போது அங்கே அந்த இதில் வயக்காட்டில் கிடந்த கல் தான் இந்த முனியாண்டி கோயில். அதை வந்து மாடுகளை வச்சு கட்டி இழுத்து கொண்டு வர்றாங்க. அது ஒரு குறிப்பிட்ட தூரம் வந்தோம்னா இது 11,4 அடி நீளம் உயரம் இருக்குது. 2 அடி அகலம், 11 அடி உயரம், கனமான கல். அதில் சக்கரம் இதுக்கெல்லாம் போட்டு இது பண்ணியிருக்கோம். அப்போ அதை எல்லச்சாமியாக இது பண்ணி அங்கேருந்து வயக்காட்டிலேருந்து இந்த நம்ம ஹைவேஸ் ரோடு
ஒரு ரோட்டு பக்கத்தில் வச்சுருக்காங்க. வச்சு பூஜை பண்ணி அவங்க சாமி கும்பிட்டு வந்துக்கிட்டு இருக்காங்க. அப்படி வர்றது காலம்பாலமாக இருந்து எங்கள் பிள்ளைகள்லாம் படித்து பெரிய ஆளாகவும் இந்த நாயர் ஃபேமிலி இங்கே வந்து ஃபார்வேர்டு கம்யூனிட்டின்னு வேலை எதுவுமே கிடைக்கல. அப்போ எங்களுக்கு மிலிட்ரி வேலையும் போலீஸ் வேலைக்கு தான் எங்களை செலக்ட் பண்ண முடிச்சு. மற்றவங்க ஒரு சிலர் நர்ஸாக இருக்காங்க, வாத்தியாராக போயிருக்காங்க. அப்படி போனவங்கெல்லாம் அங்கிட்டு மதுரையில் கோயம்புத்தூர் இதிலெல்லாம் செட்டில் ஆகிடுறாங்க. அப்போ அவங்களையெல்லாம் ஒன்று சேர்க்கணுன்றக்காக நாங்கள் இந்த மாதிரி மே மாதம் இங்கே பூரா ஸ்கூல் லீவு விடுவோம். அப்போ மே மாதத்தில் எல்லாருக்கும் தகவல் சொல்லி இங்கே வர வைக்கிறோம். வர வச்சு இந்த கோயிலை எடுத்து வச்சு கும்பிட்டுக்கிட்டு இருக்கோம். 64 ഈ അഗ്രികൾച്ചർ കോളേജ് വന്നപ്പോൾ ഞങ്ങളുടെ സ്ഥലമൊക്കെ അവർ എടുത്തിട്ട് കുറേശ്ശെ പണം പൈസ കൊടുത്ത് പിന്നെ ഇരിക്കുന്ന ആളും ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും സന്തോഷമായിട്ട് ഒട്ടുമയായിട്ട് ഇരിക്കും. പണ്ടൊക്കെ നല്ല ഓണം നന്നായി തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും അതുമാതിരി തന്നെ, എപ്പോഴും ഒരേ മാതിരി തന്നെ. ഓണ ആഘോഷം വിഷുവൊക്കെ ഉണ്ട്. അവിടുത്തെ മാതിരി ഇവിടെ ആഘോഷം ഇല്ലെങ്കിലും എല്ലാം അവിടുത്തെ മാതിരി ഇവിടെയും നടക്കും. വിഷുവിന് കണി കാണും, ഓണത്തിന് സദ്യവട്ടം വെച്ച് ഊണ് കഴിക്കും. അല്ലാണ്ട് ഇവിടെ ഓണക്കളിയെല്ലാം ഒന്നുമില്ല അവിടുത്തെ മാതിരി. വീണാരവും പോക്കും പാടിക്കൊണ്ടെന്നെയും വേദന പോക്കി നടത്തി, കണ്ണൻ വേദന പോക്കി നടത്തി. அவங்க இங்கே 10 குடும்பம் இருக்கும். நல்லா பண்ணுவாங்க எல்லாம். திருவாதிரை, ஓணம், விஷு எல்லாம் நல்லா பண்ணுவோம். கேரளா சாப்பாடு ரொம்ப பிடிக்கும். நாங்கள் இப்போ கூட குருவாயூர் போய் பேரனுக்கு கல்யாணம் அங்கே முடிச்சுட்டு அங்கே சாப்பாடு எங்களுக்கு ரொம்ப பிடிக்கும். அது சாம்பார் ரொம்ப பிடிக்கும். அங்கே வைக்கிற சாம்பார், அது வெண்டைக்காய் சாம்பார் சூப்பராக பிடிக்கும். அப்புறம் பால் பாயசம் பிடிக்கும். அப்புறம் அடப்பிரதமன் பிடிக்கும். കുട്ടിക്കാലത്ത് ഞങ്ങൾ നാട്ടിലുള്ളുമ്പോൾ മാതേരൊക്കെ വെച്ച് വീട്ടിൻ്റെ ഉമ്മറത്ത് മാതേര് വെച്ച് ഓണം ഓണക്കളി, ഓണപ്പാട്ട് അതൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലമായപ്പോഴേക്കും അതൊക്കെ വിട്ടപ്പോൾ ഇപ്പോൾ നാട്ടിലെ അത്രയ്ക്ക് ഓണം ആഘോഷമൊന്നുമില്ല. അങ്ങനെയായിരുന്നു. ഈ സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് ഗവൺമെൻറ് മാറ്റാൻ വേണ്ടിയിട്ട് എത്രയോ കാലം ഇതാക്കി. പിന്നെ അത് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഈ സ്ഥലം മലയാള തമിഴിന് ഇതാക്കി. ഞങ്ങൾ വന്നിട്ട് ഞാൻ കല്യാണം കഴിച്ചത് ഗുരുവായൂരാണ്. പിന്നെ എൻ്റെ ഇത് പഠിച്ചതൊക്കെ ഗുരുവായൂർ. പിന്നെ അവൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് കളക്ട്രേറ്റിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ വന്ന് മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ എഴുതാനും വായിക്കാനും മാത്രം പറ്റില്ല. എൻ്റെ കല്യാണം ഇപ്പോൾ കൃഷിയുണ്ട്, ഗുരുവായൂരിൽ കൃഷിയുണ്ട്, സ്ഥലമുണ്ട്, അവിടെ വീടൊക്കെ ഉണ്ട്. ഞാൻ കൊല്ലത്തിന് 3 പ്രാവശ്യം പോയിട്ട് വരും. ഒരു 10 ദിവസമെങ്കിലും ഇരുന്നിട്ട് ഞങ്ങൾ വരും. അത് അങ്ങനെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക. ബന്ധുക്കളും എല്ലാം അടുത്തടുത്ത് കോയമ്പത്തൂർ, പിന്നെ മധുര, ബാംഗ്ലൂർ, ഇവിടെ സ്ഥലത്തുള്ള എല്ലാ ബന്ധുക്കളും നിറയെ ആൾക്കാരുണ്ട്. പാലക്കാട് പക്കം പുതിയങ്ങം ഒരു புதியங்கம் பாலக்காடு பக்கம் புதியங்கத்துக்கு போயிட்டு போவான். எல்லாம் போய் கேரளா பக்கத்து இருக்குது. எங்கேயே பூர்வீகமாக இருக்கும். 60 வருஷம் 70 வருஷமாக அங்கே தான் இருக்கும். ஆனால் ஓணம் நல்லா இருக்கும். ஓணம் கொண்டாடுவோம். ஓணம் நல்லா சும்மா வச்சு தான் இருக்கும். എനിക്ക് ബന്ധുക്കളൊക്കെ അവിടെയുണ്ട്. ഞങ്ങൾക്ക് സ്വന്തം വീടൊക്കെ അവിടെയുണ്ട്. പാലക്കാട് കുന്നംതൊടി എന്ന് പറയും. ശരണാവൃത്തി കുന്നംതൊടി എന്ന് പറയും. അവിടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇപ്പം അതൊക്കെ മാറി. ഇതൊരു കുട്ടി കേരള, ഒരു കുട്ടി കേരള. ഇത് മലയാളത്താൻ പറ്റിയില്ല. ഒരു കുട്ടി കേരള. ഓണമെത്തിയതിൻ്റെ ആഹ്ലാദത്തിലാണ് ഈ മലയാളത്താന്മാർ. പുതിയ തലമുറയ്ക്ക് പഴയ തലമുറ മലയാളത്തനിമ പകർന്നു നൽകുന്നു. ഇവരുടെ ആഘോഷങ്ങളും ഒരുമയും ഇനിയും തുടരും.